നമ്പർ പ്ലേറ്റ് വിൽക്കാൻ വെച്ചേക്കണല്ലേട്ടാ. മഴയത്ത് വെള്ളപ്പൊക്കത്തിൽ വന്ന വണ്ടികളുടെ ഊരിപ്പോയേക്കണാണ് ബമ്പർ, നമ്പർ പ്ലേറ്റ്, കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ, അതുപോലെ തന്നെ തൃക്കാക്കര നിയോജകമണ്ഡലം MLA, അതുപോലെ ഡിവിഷൻ കൗൺസിലറുടെയൊക്കെ ആ ഒരു ഭരണ നേട്ടത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി കാഴ്ചകളും കൂടി ഉണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ് കണ്ടോ, ഒരു രക്ഷയില്ല. ഇവന്മാരൊക്കെ വർഷങ്ങളായിട്ട് ഭരിച്ച് മുടിച്ച് ജനങ്ങൾക്ക് വേണ്ടി നേട്ടം ഉണ്ടാക്കി തന്നെ നേട്ടങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഒരു നിവൃത്തിയില്ലെന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. റോഡ് ഏതാണ് തോട് ഏതാണെന്ന് അറിയാൻ പറ്റില്ല. മഴയില്ലാത്തപ്പോൾ ഈ പറഞ്ഞ പോലെ റോട്ടിൽ കൂടി വണ്ടി ഓടിക്കാൻ പറ്റില്ല. റോഡും 10 വർഷം വരെ ആയിട്ട് ടാർ ചെയ്യാത്ത റോഡുകളാണ് ഈ വെണ്ണല പരിസരത്തുള്ളത്. 10 അല്ല, അതിൽ കൂടുതൽ. അപ്പോൾ എൻ്റെ അറിവിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയുണ്ട്. പുഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ പുഴ പോലെ ഒരു നിവൃത്തിയില്ല കേട്ടോ. വണ്ടിയൊക്കെ പാതി മുന്നിൽ ഓടിപ്പോണത്. നമ്മുടെ അധികാരികളുടെ ഭരണ നേട്ടം എന്താ, നമ്മുടെ ഭാരത് പെട്രോളിയത്തിന് മുമ്പിലുള്ള കാഴ്ചയാണ്. ഒരു രക്ഷയില്ല. അതായത് ജനങ്ങളൊക്കെ പുഴയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിവൃത്തിയില്ല കേട്ടാ. കണ്ട, ഒരു മഴ പെയ്താൽ ഇതാണ് അവസ്ഥ. റോഡ് ഏതാ തോട് ഏതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. വെണ്ണല ഗവൺമെൻറ് സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്, ഹൈവേന്ന്. അല്ല ഓരോ ബൈക്കുകളൊക്കെ പകുതി മുങ്ങിയാണ്, പകുതി അല്ല പയ്യനൊക്കെ പാവും. പോലെ എന്താണ് നമ്മുടെ അധികാരികളോട് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, ഫുൾ മൂഞ്ചലാ. ഫുൾ മൂഞ്ചലാണല്ലേ, മൂഞ്ചിക്കാൻ വേണ്ടിയുള്ള ഭരണകൂടം, അത്രേ ഉള്ളൂ. അല്ല ഒരു രക്ഷയില്ല. ഇതേപോലെ യുവാക്കൾ പ്രതിഷേധിക്കണം. ഈ നായിൻ്റെ മക്കളെ ഉണ്ടല്ലോ, എന്തു പറയാനത്, റേഞ്ച് റോവറൊക്കെ വേണം ഇനി ഓടിക്കണം. അത് നിർത്തിയില്ലല്ലോ വേണ്ടോ. പൊതുജനം കഴുതകളാക്കിക്കൊണ്ടിരിക്കണേ രാഷ്ട്രീയക്കാർ. പൊതുജനത്തെ എങ്ങനെ പറ്റിച്ച് പണ്ടാറടക്കാം, എങ്ങനെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം. കണ്ടത് അമ്മോ, ഓളം തന്നെ ഞാൻ വെള്ളത്തിൽ മുങ്ങി പോകുന്നു പോലെ. ഒരു രക്ഷയില്ലട്ടാ. വണ്ടിയൊക്കെ നിന്ന് അത്രയും ഓഫായി, വണ്ടിയൊക്കെ ഓഫായി. ഒരു രക്ഷയില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ വണ്ടിയൊക്കെ മേടിച്ചിട്ട് പുഴയെ കൂടി ഓടിക്കേണ്ട അവസ്ഥയാണ്. പുഴയെ കൂടി ഓടിക്കാൻ പറ്റില്ല, ഓഫായി അവിടെ നിന്ന് പോലെയാണ്. പാവങ്ങൾ തള്ളിക്കൊണ്ട് പറയും, നിർത്തിയില്ല. അത് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കേട്ടോ, എന്താണ് നമ്മുടെ ഭരണ നേട്ടത്തെ കുറിച്ച് എന്താ പറയുന്നത്? വണ്ടി മേടിച്ചിട്ട് തള്ളിക്കൊണ്ട് നടക്കേണ്ട അവസ്ഥയാണ്. ഇനി വർക്ക്ഷോപ്പിലും കാശ് കൊടുക്കണം. പാവങ്ങൾ ഒരു രക്ഷയില്ലട്ടോ. വണ്ടി പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തള്ളിക്കൊണ്ടൊക്കെ പോകണം. ഉണ്ടോ ചേച്ചി, എന്താണ് നമ്മുടെ ഭരണാർത്ഥകളുടെ ഒന്നും പറയാനില്ല. കനാലുകളോ ഇതൊന്നും ഇല്ലല്ലോ. റോഡേതാ തോടേതാന്ന് അറിയാൻ പറ്റില്ല. വെള്ളം വേണം, വെള്ളം വേണം, വെള്ളം വേണം. അതാണ് അപ്പൊ നമ്മുടെ കോർപ്പറേഷൻ അധികാരികളോട് വെള്ളം ഇറക്കാൻ പറയാം. അതെ അതെ. നമ്മുടെ ആ ചേച്ചിയൊക്കെ പാവോട്ടോ, വണ്ടി ഓഫായി പോയിട്ട് വേറെ ചേട്ടൻ വന്ന് തള്ളിയൊക്കെ കൊടുക്കണതാണ്. ഒരു നിവൃത്തിയില്ല. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. എല്ലാ രീതിയിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ജനങ്ങളെ കഷ്ടപ്പെടുത്തി എങ്ങനെ പറ്റിച്ച് കാശുണ്ടാക്കാമെന്നല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരമുള്ള ഒരു കാര്യവും ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്യുന്നില്ലെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം. എന്താണ് നമ്മുടെ അധികാരികളോട് എന്താ പറയാനുള്ളത്? രക്ഷയിലേവന്മാർ എന്തൊക്കെ കാണിക്കുന്നത്. ചെയ്യേണ്ട ബേസ് കാര്യം ഇതുപോലും ചെയ്യാൻ പറ്റൂലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഇവിടെ ഭരിക്കുന്നത്. കൊച്ചിയിൽ മുഴുവനും വെള്ളപ്പൊക്കം ഉണ്ടാ. വെണ്ണല മാത്രം കാര്യമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ മുഴുവനും വെള്ളപ്പൊക്കമാണ്. പക്ഷേ ഇവിടെ നിന്നും ഇതുവരെ ഇത്രയും വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാവാറില്ല. ഇത് സമയാസമയത്ത് കാണാൻ തോടുകളൊക്കെ ക്ലീൻ ചെയ്യാത്തതിൻ്റെ ഫലമാണ്. അതുപോലെ തന്നെ മുഴുവൻ പാടങ്ങളൊക്കെ നേരത്തെ ഫ്ലാറ്റിനൊക്കെ അനുമതി കൊടുത്തേക്കുന്നത്. പിന്നെ എങ്ങനെ ഓരോ വണ്ടി എന്ത് വണ്ടി വെള്ളത്തിൽ ഒഴുകി പോയാ ഒരു രക്ഷയില്ല. ഉയരമുള്ള വാഹനങ്ങൾക്ക് മാത്രം പോവാട്ടോ. ഉയരമുള്ള വാഹനങ്ങൾക്ക് മാത്രം പോവാം. ബാക്കി എല്ലാത്തിൻ്റെ ബമ്പറും നമ്പർ പ്ലേറ്റും കാര്യങ്ങളെല്ലാം അടന്നു പോകും. എങ്കിലും പ്രതികരിച്ചില്ലെങ്കിലേ
ഇവന്മാർ വിചാരിക്കും ഇവന്മാരുടെ കോമാളിത്തരത്തിലൊക്കെ നമ്മൾ കണ്ണടച്ചിരിക്കണമെന്ന് വിചാരിക്കും. അതുകൊണ്ട് മാത്രം പ്രതികരിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അതായത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പ്രതികരിച്ചതുപോലെ നിങ്ങളെല്ലാവരും പ്രതികരിക്കണം. പ്രതികരിച്ച് ഇവന്മാർക്ക് നാണമില്ലെന്നറിയാം. എന്നാലും ഒരു അല്പമെങ്കിലും നാണം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ, ഇത്തിരി ഉള്ളുപ്പ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യട്ടെ.